بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മോമിനികളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നെടുക്കുന്നത് 56-ാമത്തെ വീഡിയോ ആണ്. 46-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്നെടുക്കുന്നത്. അൽ-കഹ്ഫ് സൂറത്തിൽ നിന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. 46 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. നാൽപ്പത്താറാമത്തെ ആയത്ത് അൽമാലു വൽബനൂന, ധനവും ആൺമക്കളും, സമ്പത്തും ആൺമക്കളും. അൽമാലു സമ്പത്ത്, വൽബനൂന ആൺമക്കൾ. സീനത്തുൽ ഹയാത്തി ദുനിയ ഐഹിക ജീവിതത്തിന്റെ ആഡംബരമാണ്. ധനമുണ്ടെങ്കിൽ ആ ധനം വിനിയോഗിച്ച് എത്രയും ആഡംബരമായിട്ടും ജീവിക്കാം. അതുപോലെ തന്നെ ആൺമക്കളുണ്ടെങ്കിൽ ആൺമക്കളുടെ വരുമാനം കിട്ടും. അവര് എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും തടയുകയും ചെയ്യും. പിന്നെ ഐഹികമായ സന്തോഷങ്ങളും സുഖങ്ങളും ലഭ്യമാവാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളും അവരിൽ നിന്നുണ്ടാവും. അത് നീതിപൂർവമുള്ള പ്രവർത്തനമാവട്ടെ അനീതിയാവട്ടെ, എന്തായിരുന്നാലും അതൊക്കെ ഐഹിക ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് നിവർത്തിക്കപ്പെടും. അങ്ങനെ ധനമുണ്ടായാലും ആൺമക്കളുണ്ടായാലും ഐഹിക ജീവിതത്തിന് അത് ആഡംബരം തന്നെയാണ്. മക്കൾ നന്നാവണം, നന്നായി കഴിഞ്ഞാൽ അത് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടും. ധനം നല്ല നിലയ്ക്ക് ചെലവഴിക്കുകയാണെങ്കിൽ അതും ആഖിറത്തിന് ഉപകാരപ്പെടും. അപ്പൊ രണ്ടും ആഖിറത്തിന് ഉപകാരപ്രദമായ നിലയ്ക്ക് വിനിയോഗിക്കാം, അതല്ലാത്ത നിലക്കും വിനിയോഗിക്കപ്പെടാം. ഏതായാലും ആഡംബരം ആണ് എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതത്തിന് ആഡംബരമായ ജീവിതം സുഖകരമാവാൻ വേണ്ടി അത് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഈ രണ്ട് ഐറ്റം. വൽബാഖിയാത്തു സ്വാലിഹാത്തു എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ ഖൈറുൻ ഇൻദ റബ്ബിക, എന്നാൽ എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സവിശേഷമായത്. അത് പ്രതിഫലം അള്ളാഹു തരുന്നതാണ്. ഈ സൽക്കർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലം അള്ളാഹു തരും. അത് എത്ര കാലം കഴിഞ്ഞാലും അത് കിട്ടും. അത് നശിച്ചു പോവാത്ത ഒരു വരുമാന മാർഗം ആഖിറത്തിലേക്ക്. ഖൈറുൻ അമല,
പ്രതീക്ഷിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഹൈറായതുമാണ്. ഈ ബാഖിയാത്തു സാലിഹാത്തിനാൽ ഉണ്ടാകുന്ന പ്രതിഫലങ്ങളും മറ്റുമൊക്കെ അത് എല്ലാ നിലയിലും പ്രതീക്ഷിക്കാം, ഒരു നിലക്കും അത് നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഇതിന്റെ തഫ്സീറാണ് വായിക്കാൻ പോകുന്നത്. അൽ അംവാലു വൽ ഔലാദ്, ധനവും സമ്പത്തും, അല്ലെങ്കിൽ സമ്പത്തും സന്താനങ്ങളും, സീനത്തു ഹാദിഹിൽ ഹയാത്തി ദുനിയൽ ഫാനിയ, ഈ നശിച്ചു നശ്വരമായ ജീവിതത്തിന്റെ ആഡംബരമാണ്. നേരത്തെ പറഞ്ഞത് ദാക്ക മസലുഹ, അത് ഉദാഹരണമായിരുന്നു. ജന്നത്തൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സറഅ എന്ന് പറഞ്ഞ് ആ ഉദാഹരണം അത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാ. ഇപ്പൊ ഈ പറഞ്ഞത് ഐഹിക ജീവിതത്തിന്റെ സുഖങ്ങളും ആഡംബരങ്ങളുമാണ്. വഹാദിഹി സീനത്തുഹ, ഇപ്പറഞ്ഞത് ആ ദുന്യാവിന്റെ നശ്വരമായ ഐഹിക ജീവിതത്തിന്റെ ആഡംബരമാണ്. വൽ കുല്ലു, എല്ലാം തന്നെ, ഇലാ ഫനാഇം വസവാൽ, എല്ലാം നശിച്ചു പോകുന്നതാണ്, ഒന്നിനും നിലനിൽപ്പില്ല. ബിഹ, ഇതുകൊണ്ട് വഞ്ചിതനാവുകയില്ല ഇല്ലൽ അഹ്മഖു അൽ ജഹൂൽ, വിവരമില്ലാത്തവനും വിഡ്ഢികളുമല്ലാതെ ഇതിൽ പെട്ടുപോകില്ല. ദുന്യാവിന്റെ വഞ്ചനകളിൽപ്പെട്ട വലിയ വഞ്ചനയാണ് ഈ വഞ്ചനയിൽ പെട്ടുപോകുന്നത്. അതായത് സമ്പത്തും സന്താനങ്ങളിൽ നല്ല നിലയ്ക്ക് വിനിയോഗപ്പെടുത്താൻ, ആഹൃത്തിന് പറ്റിയ നിലയ്ക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഈ രണ്ടുമുള്ള ആളുടെ ഏറ്റവും വലിയ അധോഗതിയാണ്. അവൻ അതിനാൽ വഞ്ചിക്കപ്പെട്ടു പോയി എന്നാ പറയാനുള്ളൂ. അങ്ങനെ വഞ്ചിക്കപ്പെട്ടു പോകലാരാ? അത് വിവരമില്ലാത്തവരും വിഡ്ഢിയുമായ മനുഷ്യന്മാരാണത് ആ നിലയ്ക്ക് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. സന്താനവും സമ്പത്തും ഉള്ളവര് അത് അള്ളാഹു ഇഷ്ടപ്പെട്ട വിധത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ബനൂന എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആൺമക്കള് എന്ന്. ആൺമക്കളാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും. അവർ നന്നാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അത് തന്നെ അവരുടെ ഭാഗത്തു നിന്നാണ്. പിന്നെ അവര് നന്നായി വളർത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവർ ഉപകരിക്കുന്ന മക്കളായി വരുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പോലെ കഞ്ചാവിനും മറ്റുള്ളതിനും അടിമപ്പെട്ട് അവരുടെ ജീവിതം തന്നെ അവർ നശിപ്പിച്ച് പിന്നെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടാത്ത വിധത്തിലാവും. അതെല്ലാമാണ് സൂക്ഷിക്കേണ്ടത്. ആൽമാറുൽ ഖൈരി യബ്ഖ സമ്പത്തുഹ, അതിന്റെ വരുമാനം എന്നുമെന്നും നിലനിൽക്കും. ഹൈറായ പ്രവർത്തനങ്ങൾ ചെയ്താണ് ബാഖിയാത്തു സാലിഹാത്ത് എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ. ഫയ ഖൈറുമാ യൗമുലുൽ ഇൻസാൻ, മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കാര്യമാണ് ഈ ബാഖിയാത്തു സാലിഹാത്തിന്റെ പ്രതിഫലം ലഭ്യമാവുക എന്നുള്ളത്. അള്ളാഹിന്റെ അടുക്കൽ ആഗ്രഹിക്കാവുന്ന കാര്യവുമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ മുഫസ്സിറാണെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ സലവാത്തുൽ ഖംസ്, ബാഖിയാത്തു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങളാണ്. അപ്പൊ ഫർദ് നമസ്കാരം നല്ല നിലക്ക് പ്രവർത്തിച്ച് ശരിക്കും ഉടമോലെ നിലനിർത്തി പോരുന്ന ആൾക്ക് ബാഖിയാത്തു സാലിഹാത്ത് ഉണ്ട് എന്ന് പറയാം. അതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം അതായി വരും. അദ്ദേഹത്തിന് തന്നെ വേറൊരു അഭിപ്രായമുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന തസ്ബീഹാണ് എന്നെന്നും നിലനിൽക്കുന്ന പ്രതിഫലം കിട്ടുന്ന പുണ്യമായ അമലുകൾ എന്നുള്ളത് ഈ തസ്ബീഹാണ്. അപ്പോ പിന്നെ വേറൊരു അഭിപ്രായമുണ്ട്,
കുല്ലു അമലിൻ സ്വാലിഹിൻ മിൻ ഖൗലിൻ ഔ ഫിഅലിൻ, വാക്കോ പ്രവൃത്തിയോ, നല്ല വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിരിക്കും. ഒരു മനുഷ്യനാണെങ്കിൽ എപ്പോഴും വേണ്ടത്, അത് മറ്റൊരായത്തിലും പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഖൂലു ഖൗലൻ സദീദൻ, നിങ്ങൾ നല്ല വാക്ക് പറയും. എപ്പോഴും നല്ല വാക്ക് പറയാം. സംസാരിക്കുകയാണെങ്കിൽ നല്ല വാക്ക് പറയണം, നല്ലത് പറയാം, സത്യം പറയാ, കളവ് പറയാതിരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ 3 കാര്യങ്ങളും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവന് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാം ആമാല് ബാക്കിയാത്ത് സ്വാലിഹാത്ത് ഉണ്ട്, എന്നെന്നും നിലനിൽക്കുന്ന പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മങ്ങൾ അവനിലുണ്ട് എന്ന് പറയാം. അപ്പോ 5 നേരത്തെ നമസ്കാരം നിലനിർത്തുക, ഈ തസ്ബീഹ് നിലനിർത്തി പോരുക, നല്ലത് പറയാം. അവന്റെ ജീവിതത്തിൽ അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആരെയും വഞ്ചിക്കാതെ, കാപട്യമില്ലാതെ, കുത്തുവാക്ക് പറയാതെ നല്ല നിലയിൽ സംസാരിക്കുക, പെരുമാറുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ നമുക്ക് അവനുടെ ആമാലു സ്വാലിഹാത്ത് ബാക്കിയാത്തു സ്വാലിഹാത്ത് ഉണ്ട് എന്ന്. അപ്പോൾ അവൻ രക്ഷപ്പെടും, അവനും അവന്റെ മക്കളും രക്ഷപ്പെടും എന്നർത്ഥം. ഇനി 46-ാമത്തെ ആയത്താണ് ഈ പറഞ്ഞത്. 47 പറയുന്നത്, ഇപ്പൊ ദുന്യാവും അതിന്റെ കാര്യങ്ങളും കുറെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അതിന്റെ ഭീകരതയെ സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അടുത്ത 47-ാമത്തെ ആയത്തിൽ, 48-ാമത്തെ ആയത്തിലും അത് തന്നെ, 49-ലും അത് തന്നെയാണ്. ഈ 3 ആയത്തിലായിട്ട് അത് പറയുന്നത്. وَيَوْمَ نُسَيِّرُ الْجِبَالَ وَتَرَى الْأَرْضَ بَارِزَةً وَحَشَرْنَاهُمْ فَلَمْ نُغَادِرْ مِنْهُمْ أَحَدًا. وَيَوْمَ نُسَيِّرُ الْجِبَالَ, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുന്ന ദിവസം, അത് വളരെ ശ്രദ്ധേയമായ ദിവസമാണ്. وَتَرَى الْأَرْضَ, ഭൂമിയെ നിനക്ക് കാണാം, ബാരിസത്തൻ, വളരെ വ്യക്തമായതായിട്ട്. പർവ്വതങ്ങളെ നിലനിർത്തിയിട്ടുള്ളത് ജഅൽനൽ ജിബാല ഔതാദാണ്. നബഅ് സൂറത്തിൽ പറയുന്നത് അമ്മയത്തെ സാഅലൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ വജഅൽനൽ അർള ഔതാദ, ഭൂമിയെ, വജഅൽനൽ ജിബാല ഔതാദ, ഭൂമിക്ക് നമ്മളൊരു സാധനത്തിന് ആണി അടിച്ച് ഉറപ്പിക്കുന്നത് പോലെയാണ് പർവ്വതങ്ങളെ അള്ളാഹു നിലനിർത്തിയിട്ടുള്ളത്. അപ്പൊ ആ പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനത്ത് നിന്ന് അപ്രൂട്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ പിഴുതെറിഞ്ഞുകൊണ്ട്, പിന്നെ അത് വിതറപ്പെട്ട ധൂളി പോലെ ആയിത്തീരുമെന്ന്. കൽഹിനിൽ മംഫൂഷ് വൽജിബാല ഔത്താദ എന്ന് നബഅ് സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖാരിയ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, അൽഖാരിയത്തും അൽഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മംഫൂഷ്. പർവ്വതങ്ങളൊക്കെ വിതറപ്പെട്ട ധൂളിമാരിയായി പോകും. ഏതുപോലെ മേഘങ്ങളെ അള്ളാഹു തആല സഞ്ചരിപ്പിക്കുമല്ലോ, ഈ സഞ്ചരിക്കുന്ന പോലെ പർവ്വതങ്ങൾ സഞ്ചരിക്കും. അത് ഖിയാമത്ത് നാളിലാണ്. അപ്പോ ഭൂമിയെ നിനക്ക് കാണാം, ബാരിസത്തൻ, വളരെ വ്യക്തമായതായിട്ട്. വഹശർനാഹും, അവരെ നാം ഒരുമിച്ച് കൂട്ടും. ആരെ? ജനങ്ങളെ. ഫലം നുഗാദിർ മിൻഹും, അവരിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയില്ല. അഹദൻ, ഒരാളെയും. എത്ര മനുഷ്യന്മാർ ഈ ലോകത്ത് വന്നു പോയിട്ടുണ്ടോ അതെല്ലാം നുഫിഖ ഫിസ്സൂരി ഫസായിഖ മൻ ഫിൽ അർദി, സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നശിക്കും. പിന്നെ നഫ്ഖത്തുൽ ബഅസ് ഉണ്ടാവും. എല്ലാവർക്കും പുനർജന്മം നൽകി എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും മഹ്ശറയിൽ.
ആ ഊത്തുണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും, അതിൽ ഒരാളെയും വിട്ട് കളയില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ 4 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പർവ്വതത്തെ സഞ്ചരിപ്പിക്കുക, ഭൂമിയെ ഒരു മറയും ഇല്ലാതെ എല്ലാം വ്യക്തമായി കാണാവുന്ന വിധത്തില് ഒരാളുടെ നോട്ടം എത്തുന്ന സ്ഥലത്തേക്ക് മുഴുവൻ കാഴ്ചയും അയാൾക്ക് കാണാം. ഒരു ബിൽഡിംഗ് ഉണ്ടാവില്ല, ഒരു വൃക്ഷം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിരക്കുള്ള മറകളില്ലാതെ എല്ലാം കാണാം ശരിക്ക്. പിന്നെ പിന്നെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും. അതൊരു സ്ഥലത്താണ്. ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഈ ഭൂമിയിൽ മഹ്ശറയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അപ്പൊ 3 ഒരാള് പോലും അതില് ഇന്ന ആള് വന്നില്ല കേട്ടാ, അല്ലെങ്കിൽ ഇന്ന ആളെ ഇവിടെ കൂട്ടിയിട്ടില്ല എന്നുള്ളത് പറയപ്പെടാൻ കഴിയില്ല. എല്ലാവരും ഒരുമിച്ച് കൂട്ടും. അപ്പൊ ഇനി ഇതിന്റെ തഫ്സീർ യൗമൻ ഉസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ ലമ്മ ദക്കറത് ദുനിയ വമആലഹ ദക്കറൽ ഖിയാമ. ദുന്യാവിനെയും അതിനുള്ള സംഭവ വികാസങ്ങളും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഖിയാമം നാളിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു. വഅഹ്വാലഹ, അതിലുള്ള ഭീകരമായ കാര്യങ്ങളെ പറ്റി. വദുക്കർ, നബിയോട് പറയാ, ഓർക്കണം, മനസ്സിലാക്കണം. നബിയോട് പറയാണ് യൗമ നുസീലുൽ ജിബാല മിൻ അമാകിനിഹ, പർവ്വതങ്ങളെ നമ്മൾ അതിന്റെ സ്ഥാനത്തു നിന്ന് നീക്കുന്ന ദിവസം. നിങ്ങൾ ആലോചിക്കണം. നുസയ്യിറുഹ, അതിനെ നമ്മൾ നടത്തും. കമാ നുസീറു സ്വഹാബ, മേഘങ്ങളെ നടത്തുന്നത് പോലെ. നജഅലുഹ, പർവ്വതങ്ങളെ നമ്മളാക്കും ഹബാഅൻ മുംബസ, വെതറപ്പെട്ട തൂളിമാരിയാക്കും. വതറൽ അർള, ഭൂമിയാണെങ്കിലോ അതിനെ ലാഹിറത്തല്ലയാനി, വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും കാണാവുന്ന വിധത്തിലാവും. ലൈസ അലൈഹ, അതിന്റെ മേൽ, ഭൂമിയുടെ മേലില്ല, മായസ്തുറുഹ, അതിനെ മറക്കുന്ന ഒരു കാര്യവുമില്ല. മറയായി വരുന്നത് എന്താ? പർവ്വതം, വൃക്ഷങ്ങൾ, പിന്നെ കെട്ടിടങ്ങൾ, ഇതൊന്നും ഉണ്ടാവില്ല. കുലിയത്ത് ജിബാലുഹ, പർവ്വതങ്ങളെ അപ്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിഴുതെറിയപ്പെട്ടു. പിന്നെ ഹുദിമ ബുന്യാനുഹ, അതിലുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഡെമോളിഷ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു നീക്കപ്പെട്ടു. അങ്ങനെ എല്ലാം സമനിരപ്പായ ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിയിലാണ് മഹ്ശറ. വയ്യ ബാരിസത്തും ദാഹിറത്തും. അപ്പോൾ ഈ മഹ്ശറ ഭൂമി എല്ലാവർക്കും കാണാവുന്ന വിധത്തിലുള്ള ഇതാണ്. ഒന്നിനും ഒരു തടസ്സമില്ല. ഇവിടെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടും. ആദ്യമുള്ള ആളുകളെയും മുമ്പ് മരിച്ചുപോയ, ഈ ലോകം ഉണ്ടായതിനു ശേഷം ഇവിടെ മനുഷ്യന്മാർ വന്നു, അതിന് ശേഷമായിട്ട് ഉണ്ടായ ജനങ്ങളെ മുഴുവനും, മരിച്ചുപോയ ആളുകളെ മുഴുവനും, മരിച്ചുപോയവരൊക്കെ പുനർജന്മം നൽകിയിട്ട് അവരെല്ലാവരും ഹയാത്താക്കിയിട്ടാണല്ലോ മഹ്ശർ ഉണ്ടാവുക. അവിടെ വെച്ച് ഹിസാബ് ഉണ്ടാവും. ഈ ഹിസാബിന് വേണ്ടി എല്ലാവരും തയ്യാറാക്കുക. അവിടുന്ന് ഒരാളെ ഇതിൽ പെടാതെ ഒഴിവാക്കുന്നില്ല. ഇതാണ് പറഞ്ഞത്. പിന്നെ 48-ാമത്തെ ആയത്തിൽ ഈ റബ്ബിക സഫ എന്നുള്ളത് 48-ാമത്തെ ആയത്ത് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.